അപ്പോൾ നമ്മളിന്ന് റീഡിങ്ങിലായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളില്ലാതെ അവർ ഹാപ്പിയാണോ, ഇപ്പോഴത്തെ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ, അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട്, എന്തോ ഒരു തെറ്റ് ചെയ്തതായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അയാൾക്ക് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റി ഫീലിങ്സ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കുറേ പേർക്ക് ട്വിൻ ഫ്ലെയിം എനർജിയാണ് എനിക്ക് അഗൈൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജി നന്നായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക, പേഴ്സണൽ റീഡിങ്ങിൽ ചെക്ക് ചെയ്തോളൂ. എൻ്റെ അടുത്ത് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ആരെയാണോ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു റീഡിങ് എടുക്കുമ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കാൻ തോന്നുന്ന വ്യക്തിയോട് മാത്രം നിങ്ങൾ എടുക്കുക. അവർക്കായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ യൂണിവേഴ്സ് എന്താ പറയുക പറഞ്ഞു വെച്ചിട്ടുള്ളൊരു വ്യക്തി, അവർക്കായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തരാനും പറ്റുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ആരെയാളും കോൾ ചെയ്യുന്നത് അവരെടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കുക. ഒരുപാട് ടയർഡ് റീഡേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ പേഴ്സണൽ റീഡിങ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ എന്ത് തരത്തിലുള്ളൊരു എനർജി, എന്ത് തരത്തിലുള്ളൊരു എനർജി കണക്ഷൻ ആണെന്നുള്ളത്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫെമിനൈൻ എനർജി കുറച്ചും കൂടി അവേക്കണിങ് ആയിട്ടുള്ളൊരു എനർജിയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവൈൻ ഫെമിനൈൻ, ഡിവൈൻ മാസ്കുലൈൻ എന്ന് പറയുമ്പോൾ ലേഡീസ് വന്ന് ഡിവൈൻ ഫെമിനൈൻ ആവണമെന്നില്ല. നിങ്ങളുടെ എനർജി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ആണുങ്ങൾക്കും ഡിവൈൻ ഫെമിനൈൻ എനർജി വരാം. ഓക്കെ. ആൻഡ് ഇവിടെ ഇപ്പോൾ ആ ഒരു വ്യക്തി ഹാപ്പി അല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവർക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റി ഫീലിങ്സ് ഉണ്ട്. എന്തോ നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തതായിട്ട്, അത് ആ തെറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ തെറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ ഏറെക്കുറെ മിസ്റ്റേക്സുകൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മിസ്റ്റേക്സുകൾ കൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ അവിടെ വളരെയധികം അവതാളത്തിലായിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ആ വ്യക്തിക്കും അറിയാം. പക്ഷെ ആ വ്യക്തി അത് സമ്മതിച്ച് തന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല. അവരുടെ തെറ്റുകൾ മറയ്ക്കാനായിട്ട് എല്ലാ തെറ്റുകളും നിങ്ങളാണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടാണ് ഇത്തരം തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്, നിങ്ങളെ തലയിൽ ഇട്ടിട്ടുണ്ടായിരിക്കും എല്ലാ കുറ്റങ്ങളും. നിങ്ങളിങ്ങനെയാണ്, നിങ്ങൾ ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നുള്ള രീതിയിലേക്ക് എല്ലാ തെറ്റുകളും അവർ 1% പോലും അവരുടെ തെറ്റുകൾ എന്തൊക്കെയാണോ അവർ ചെയ്തിട്ടുള്ളത് അതൊന്നും ഏറ്റു പറയാതെ ആ തെറ്റുകൾ മുഴുവനും നിങ്ങളുടെ തലയിൽ ചാർത്തിയിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തി അതിനെല്ലാം, അല്ലെങ്കിൽ വേറൊരു എനർജി കിട്ടുന്നത് അവർ എന്തോ ഒരു തെറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം, അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഗിൽറ്റി എന്ന് പറയുമ്പോൾ ഒരു നാണക്കേട് പോലത്തെ ഒരു ഫീലിങ്സ്, നാണക്കേടും കുറ്റബോധമൊക്കെ കൂടി വരുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് അവർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഫീലിങ്സ് വരുന്നത് അതവിടെ അതേപടി തന്നെ അവരിലും റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സാഡ് ആണെങ്കിൽ അതേ സാഡ്നെസ് അവർക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മയിൽ മെമ്മറീസിൽ നിന്നൊക്കെ, അവരുടെ മെമ്മറീസിൽ നിന്ന് നിങ്ങൾ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം അതേ അളവിൽ തന്നെ അവർ അവിടെ തിങ്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലൊരു മിസ്സിങ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എത്ര ചേഞ്ച് ആവാനായിട്ട് ഇതിൽ നിന്നും ഒന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതായി. ഈ ഒരു ബന്ധത്തിൽ ഇനി എക്സ്പെക്റ്റ് ചെയ്തിട്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് വന്നാലും ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആയിട്ട് പോയിരുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ തിരികെ വന്നാലും സെയിം അതേപോലെ തന്നെ സിറ്റുവേഷൻ ആയിരിക്കും. ഇനി ഒരിക്കലും ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ മനസ്സിൽ അവരുണ്ട് താനും. അവരെക്കുറിച്ച് അറിയാത്ത ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഇല്ലതാനും എന്നുള്ളൊരു ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് കുറേ കാര്യങ്ങൾ അവരുമായിട്ടുള്ള മെമ്മറീസ് നിങ്ങൾക്ക് ഈ ഒരു സമയം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം നിങ്ങളുടെ മെമ്മറി തന്നെ. കാരണം അതേ അളവിൽ അവിടെ അവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ കുറേ മെമ്മറീസ് അവർ റീകളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ഇവിടെ റിഫ്ലക്ഷൻ, പ്രൊജക്ഷൻ എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ട്വിൻ ഫ്ലെയിമിനെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എങ്ങനെയാണോ, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന എനർജി എന്താണോ അത് തന്നെയാണ്. ഇപ്പോൾ ഹാപ്പി ആയിട്ടാണെങ്കിൽ അവരുടെ എനർജിയും അതുപോലെ തന്നെയാണ് എന്നാണ്. എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന എനർജി അതാണ് അവരുടെ എനർജി. ഇപ്പോഴത്തെ ഈ കമ്മിങ് ഒരു 15 ഡേയ്സിലെ എനർജി നിങ്ങൾ നോക്കിക്കോളൂ. ഓക്കെ. അപ്പോൾ ഒരു ടാരറ്റ് റീഡിങ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 15 ഡേയ്സിൻ്റെ റീഡിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അതാണ്, ഇതൊരു എനർജി ചെക്കിങ് റീഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഇമോഷണൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള, കൺട്രോൾ ചെയ്യാനായിട്ട്
കഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു എനർജി കിട്ടുന്നുണ്ട്. അവർക്ക് നിങ്ങളുണ്ടായിരുന്ന സമയത്ത് എന്താ പറയുക, ഒരു അഹങ്കാരമായിരുന്നു. എന്തുണ്ടെങ്കിലും നിങ്ങളടുത്ത് വന്ന് പറയാനും, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യുമ്പോഴും അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴും വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. എന്ത് പ്രശ്നത്തിലും കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു എനർജി ആയിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എന്ന് പറയുന്നത്. പരസ്പരം ഒരു ഹീലിംഗ് കൊടുക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇപ്പോൾ അവർക്ക് വന്നിട്ട് അവർ ഡേ ലൈഫിൽ അവർ എന്താ പറയുക, ഓക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവരുടേതായിട്ടുള്ള ബിസി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നൊരവസ്ഥയാണ്. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും കരയുന്നതും ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് അവരൊന്ന് ഒറ്റയ്ക്ക്, ഒരു പണിയില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിമിഷം നിങ്ങളുടെ ചിന്തയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത്. അവർക്ക് എന്തൊക്കെയോ സ്പാർക്കുകൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇനിയും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്, മെസ്സേജ് നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലോക്ക്ഡ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങളിൽ കുറേ പേര് തന്നെ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഒരു എനർജി കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിലും വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്നോ ഏതെങ്കിലും വഴിയിൽ നിന്ന് അവരുടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ലെവലായിട്ട് വരാനുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മെസ്സേജ് രീതിയിലാണ്, കോളിനേക്കാൾ ഉപരി മെസ്സേജ് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ അവർ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. നിങ്ങളോ അവരോ ലോങ് ഡിസ്റ്റൻസിലായിരിക്കും. സോ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് വന്ന് കണ്ടുമുട്ടാനോ ഉള്ളൊരു ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ. ടെംപ്റ്റേഷൻ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ എടുത്ത് വന്നിട്ട് അവർക്ക് എന്താ പറയുക, അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് അവർക്ക് മൂടി വയ്ക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ വന്ന് എല്ലാം ഏറ്റുപറഞ്ഞ് സോറിയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകണം. അത് അവർക്ക് പറ്റില്ല. എന്തൊക്കെയാണെങ്കിലും ഭയങ്കര ഈഗോ ഉള്ളൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ എൻ്റെ തെറ്റുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവണ്ട, അവരിങ്ങോട്ട് വരും അല്ലെങ്കിൽ വരട്ടെ എന്നുള്ളൊരു രീതിക്കാണ് അവർ നിൽക്കുന്നത്. നിങ്ങളാണെങ്കിൽ അവരിങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു പേഴ്സണ് എന്താ പറയുക, ബോട്ടം ഓഫ് ദ ടെക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിജക്ഷൻ, ലോസ് എന്നുള്ളൊരു കാർഡാണ്. അവർ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളിനി റിജക്റ്റ് ചെയ്യുമോ? കാരണം നിങ്ങളിൽ നിന്നുള്ളൊരു റിജക്ഷൻ അവർക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത ഒരു ഇതായിട്ട് പോകും, അല്ലെങ്കിൽ ഭയങ്കര നാണക്കേടായിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും നിങ്ങളുടെ റിജക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു ലോസാണ് നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് സത്യാവസ്ഥ മനസ്സിലാവുകയാണ്. കാരണം അഗെയിൻ ടിൻ ഫ്ലെയിം ജേണി എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. കാരണം ഇതിൽ പകുതി സൈഡ് ലോസായിട്ടും പകുതി സൈഡ് എനിക്ക് ഡബിൾ എനർജി കിട്ടുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ.